നീ ഒരു കാര്യം മനസ്സിലാക്കണം. കാരണം സുജിത്ത, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ ഒരു വളരെ ഒരു അത്യാവശ്യം പറഞ്ഞിട്ടാണ് ഞാൻ ആ പൈസ എടുത്തത്. എന്നിട്ട് നീ തിരിച്ചു തരാനുള്ള പിന്നെ ആശുപത്രി ചെലവുള്ള പൈസയാണ്. അറിയാമോ? ആശുപത്രി ചെലവുള്ള പൈസയാണ്. പിന്നെ അറിയാം, നാളെ നമ്മക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതാ. നാളെ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കണം. ആ പൈസ അതാണ് ഞാൻ. അത് തന്നെ ഞാൻ തരൂലെന്ന് പറഞ്ഞില്ലല്ലോ. നീ അടുത്ത ഞായറാഴ്ച നീ എവിടെന്നെങ്കിലും മറിച്ച് താടേ. ഞാൻ എവിടുന്ന് മറിക്കാനാണോ സുനി? എവിടുന്ന് മറിക്കാൻ? നീ പൈസ താടേ. നീ ചുമ്മാ നീ പൈസ നീ പൈസ വയ്ക്കാനായിട്ട് നിനക്ക് വേണമെങ്കിൽ എന്നെ ഫോൺ കോൾ ചെയ്യാം. എന്റെ നമ്പർ നിന്റെ കയ്യിലുണ്ടല്ലോ. നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചടേ? നീ വീട്ടിൽ വന്ന് കയറി എത്ര പ്രാവശ്യം നിന്നെ വിളിച്ച് നീ ഫോൺ കോൾ എടുത്ത് നോക്ക്. നീ വീട്ടിൽ വന്ന് കയറി ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട പ്രാവശ്യം വിളിച്ചു. എന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ കിടന്ന് ഈ കോളിംഗ് ബെല്ല് ഒരു എത്ര പ്രാവശ്യം അടിച്ച്. എന്നിട്ട് നീ ഇറങ്ങുന്ന അവിടെ മേളിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു നീ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. നിന്റെ അടുത്ത് നീ നിനക്ക് പൈസ തരാണ്ട് ഞാൻ തരാമെന്നും പറഞ്ഞു. നീ അടുത്ത ഞായറാഴ്ച വാ. നീ ഒരു ഫോൺ കോൾ വിളിച്ച് എന്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യം. നീ വീട്ടിൽ കയറി ഒന്ന് ഭീഷണിപ്പെടുത്തേണ്ട കാര്യം എന്താ? നീ വീട്ടിൽ നീ അകത്ത് പോ. നിനക്ക് കാറ് മേടിക്കാൻ പറ്റുണ്ടല്ലോ, അപ്പൊ പുതിയ ബുള്ളറ്റ് മേടിക്കാൻ പറ്റുണ്ടല്ലോ. നിനക്ക് ഇത് മൊത്തം കൃഷി ഇറങ്ങാൻ നിനക്ക് മോട്ടോർ മേടിക്കും, പമ്പ് സെറ്റും എല്ലാത്തിനും പൈസ ഉണ്ടല്ലോ. നമ്മളെ ദുഃഖങ്ങളും ദുരിതങ്ങളും നീ വീട്ടിൽ കയറി ഒന്ന് ഭീഷണിപ്പെടുത്തേണ്ട കാര്യം. പൈസ മൊത്തം മേടിച്ച് തിന്നോണ്ടിരിക്കുകയാണ്. മര്യാദക്ക് പൈസ ഉണ്ട്. എന്റെ പൈസ എന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. എനിക്ക് അത്ര ഇറങ്ങി പോടാ അവിടുന്ന്. നീ വീട്ടിൽ കയറി ഒന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഞാൻ കേസ് കൊടുക്കും. നിന്റെ പൈസ തരുന്നില്ല. നീ പൈസ ഇല്ലല്ല തരുന്നില്ല. നിന്റെ പൈസ തരുന്നില്ല. നീ ഇറങ്ങി പോടാ. ഇറങ്ങി പോടാ. ഇറങ്ങി പോ. ഇറങ്ങി പോ. നീ വീട്ടിൽ കയറി പൊടി. അവ അത് കൊള്ളാമല്ലത്. പൈസ ചോദിച്ചത് പൈസയല്ലേ നിന്റെ അടുത്ത് ചോദിച്ചത്? നീ എന്നോട് നീ പറയുന്നതിനൊക്കെയല്ല. നിനക്ക് അറിയത്തില്ല കാര്യങ്ങൾ. ഇവ ആള് തരികടയാണ് കേട്ടാ. ഇവിടെ പറഞ്ഞ നിനക്കറിയത്തില്ല. എനിക്ക് തരാനുള്ള പൈസ എന്നെ പിടിച്ചോളി ഇവിടെ തന്നെ. എടാ നീ പോ. നീ നിന്റെ പൈസ തരുന്നില്ല. നീ കൊണ്ട് കേസ് കൊടു. നീ കൊണ്ട് കേസ്. നീ എന്തായാലും വീട്ടിൽ കയറി എന്നെ ഭീഷണിപ്പെടുത്തും. നിന്റെ പൈസ തരുന്നില്ല. കാണട്ടെ. ഞാൻ തരുന്നില്ല. നിന്റെ പൈസ ഞാൻ തരുന്നില്ല. നീ കൊണ്ട് കേസ് കൊടു. നിന്റെ അമ്മ ഓപ്പറേഷൻ ചെയ്യാതെ അവിടെ കിടക്കട്ടെ. ഞാൻ ഈ പൈസ തരുന്നില്ല. അതാണ് നിന്റെ തോളിൽ കൈയിട്ട് ഞാൻ നടന്നു. നിനക്ക് ഓർമ്മയുണ്ട? നിന്റെ തോളിൽ കൈയിട്ട് നടന്നു. അത് നിനക്ക് ഓർമ്മ വേണം. എടാ തോളിൽ കൈയിട്ട് നടന്ന ഈ വീട്ടിൽ കയറി ഒന്ന് ഭീഷണിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ഒരു സൗകര്യം ഇല്ലാവാണെങ്കിലേ ആർക്കും കടം കൊടുത്താൽ മതി. അറിയാം, നിനക്ക് കടം തന്നതാണ്. ഈ സൗകര്യം ഇവിടെ അവസാനിക്കും.